നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൈഫർ കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും സഹായിയായ ഷാ മുഹമ്മദ് ഖുറേഷിക്കും 10 വർഷത്തെ തടവ് വിധിച്ച കോടതി. ഇമ്രാനും സഹായിക്കും കേസിൽ ജാമ്യം അനുവദിച്ച് 1 മാസം പിന്നിടുമ്പോഴാണ് 10 വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചത്. ഇസ്ലാമാബാദ് ഹൈക്കോടതി സൈഫർ കേസ് വിചാരണ അസാധുവായി പരിഗണിച്ചതായിരുന്നു ഇവർക്ക് ജാമ്യം നൽകിയത്. എന്നാൽ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതി ഇമ്രാനും സഹായി ഖുറേഷിയും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. പ്രത്യേക കോടതി ജഡ്ജി അബ്ദുൾ ഹസ്നത്ത് സുൽക്കറിനെയാണ് ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചത്. സൈഫർ കേസിൽ ഇമ്രാൻഖാനും സഹായി ഖുറേഷിയും 11 മില്യൺ പാകിസ്ഥാൻ രൂപ വീതം ജാമ്യത്തുകയായി കെട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജസ്റ്റിസ് സർദാൻ താരിഖ് മസൂദ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം രൂപീകരിച്ച കോടതിയിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതോടെയാണ് ഇവർക്കെതിരെ 10 വർഷം തടവ് വിധിക്കുകയായിരുന്നത്. പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്ര രഹസ്യങ്ങൾ കോഡ് രൂപത്തിൽ ചോർത്തിയതിനാൽ ഇമ്രാനെ കോടതി ശിക്ഷിച്ചിരുന്നത്. കോഡ് ഭാഷയിൽ എഴുതിയ വിവരങ്ങളാണ് സൈഫർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരോപണത്തിന് ആസ്പദമായ സൈഫർ അമേരിക്കയിലെ പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് അയച്ചപ്പോൾ ഇമ്രാൻ ചോർത്തിയെന്ന ഇമ്രാന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അസം ഖാൻ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ഈ കേസും വിഷയങ്ങളും ഒക്കെ തന്നെ ആയത്. എന്തായാലും മുൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, കൂട്ടാളിക്കും കൂടിയാണ് ഇത്തരത്തിൽ 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദ് ഹൈക്കോടതി സൈഫർ കേസ് വിചാരണ അസാധുവായി പരിഗണിച്ചതായിരുന്നു ഇവർക്ക് ജാമ്യം നൽകിയത്. എന്നാൽ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതി ഇമ്രാനും സഹായി ഖുറേഷിയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പ്രത്യേക കോടതി ജഡ്ജി അബ്ദുൾ ഹസ്നത്ത് സുൽക്കറിനെയാണ് ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചത്.